ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചു. വേദനയൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. സാധാരണ കുട്ടികളിൽ ഉമ്മമാരനുഭവിക്കുന്നതാകുന്ന ഒരു പ്രസവ വേദനയൊന്നും ഈ പൊന്നുമോനെ ഈ ലോകത്തിന് നൽകിയപ്പോൾ സമ്മാനിച്ചപ്പോൾ ഉമ്മാക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. ഫലം യജിദ് അലമൻ, ഒരു വേദനയും ആ പ്രിയപ്പെട്ട ഉമ്മ എത്തിച്ചില്ല. വളരെ സന്തോഷത്തോടുകൂടി മകനെ ഗർഭം ധരിച്ചു. വളരെ റാഹത്തായ നിലയിലുള്ള പ്രസവവും നടന്നു. ഗർഭധാരണത്തിന്റെ വേളകളിൽ ധാരാളം പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞുവത്രേ, ഇദാ വളഅതി ശംസൽ ഫലാഹി ഫൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ, നീ കുഞ്ഞുമോനെ പ്രസവിച്ചാൽ അവന് മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണം എന്ന് പ്രവാചകന്മാർ പലരും അവരുടെ തിരുസവിധത്തിൽ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ദർശനം നൽകിയതായി സ്വഹീഹായ ഹദീസുകളിൽ ചരിത്രങ്ങളിൽ വ്യക്തമാണ്. ഇതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനും ദിവ്യബോധനമുണ്ടായി. നിങ്ങൾക്കൊരു പേരക്കുട്ടി ജനിക്കും. ആ പേരക്കുട്ടി സാധാരണ വ്യക്തിയല്ല, സാധാരണ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണം. കുട്ടി ജനിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സന്തോഷഭരിതനായി ഓടി വന്നതാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലേക്ക്, വല്ലുപ്പയുടെ കൈകളിലേക്ക് പിതാവില്ലാത്തതാകുന്ന കുട്ടിയെടുത്ത് കൊടുക്കാൻ, പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയല്ലോ, യതീമായിട്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭുജാതനായത്. മനസ്സിലാക്കണം, ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ വസിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ആയിരക്കണക്കിന് വിശ്വാസിനികളുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട ഒരു വാക്കാണ് ഈ പറഞ്ഞത്. യതീമായി പിറന്നതാകുന്ന കുട്ടി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുഴുവനും ആത്മീയതയുടെ പ്രഭ വിതറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ലോകം മുഴുവനും പരിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യബോധനം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. കാരുണ്യത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരി പുണർന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് നേരെ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു. വിശാലമാണ് ചരിത്രം, ഞാൻ ചുരുക്കി വിവരിക്കുകയാണ്. കുട്ടിക്ക് നാമകരണം ചെയ്തു, മുഹമ്മദ് എന്ന പേര് വിളിച്ചു. പിന്നീട് ഔപചാരികമായി 7-ന്റെ അന്നാണല്ലോ പേരിടൽ കർമ്മം നടത്തേണ്ടതും, അന്നാണല്ലോ കുട്ടിയുടെ പേരുള്ള അഖീഖയുടെ അറിവ്, ദബീഹത്തിന്റെ അറിവ് നടത്തേണ്ടതും അന്നാണല്ലോ കുട്ടിയുടെ തല മുണ്ഡനം ചെയ്തുകൊണ്ട് ആ മുടിയുടേതാകുന്ന തൂക്കത്തിന് സമാനമായിട്ട് പാവങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ ഹദിയ ചെയ്യുക എന്നുള്ളത് ശാഫി മദ്ഹബിൽ പ്രബലമായ ഒരു സുന്നത്തായ അമലാണ്. എന്താണ് ഈ പറഞ്ഞത്? കുട്ടി ജനിച്ച് 7-ന്റെ അന്ന് കുട്ടിയുടെ തല മുണ്ഡനം ചെയ്തിട്ട് ആ മുടിയുടെ തൂക്കം അത് എത്രയുണ്ടെന്ന് നോക്കുക, എത്ര ഗ്രാം വരിക, അത് നോക്കിയിട്ട് അതിലെന്ത് ചെയ്യുക, സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. നമ്മളെവിടെയെങ്കിലും സ്വർണ്ണം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ റാഹത്താ നോക്കിയിരിക്കാം, അങ്ങോട്ട് കൊടുത്തത് വരെ ശീലമില്ല. എന്നാൽ അങ്ങനെ ഒരു അമലുണ്ട്. 7-ന്റെ അന്നാണ് മുടികളച്ചിൽ. അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിലുള്ള അറിവ് നടത്തേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിക്ക് നല്ലതുപോലെ പേര് നാമകരണം വിളിക്കേണ്ടതും. 7-ന് സാധിച്ചില്ല എങ്കിൽ പിന്നീട് 14ആണ്, 7-ന്റെ ഗുണിതമാണ് നോക്കേണ്ടത്. അതിനും സാധിച്ചില്ല എങ്കിൽ പിന്നീട് 21ആണ്. അതൊക്കെ മസ്അലകൾ പറയുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശാലമായി സംവദിക്കാം. അഖീഖയുടെ വിഷയത്തെ പറ്റി പറഞ്ഞത് വിനീതൻ സംവദിച്ച യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം, മനസ്സിലാക്കണം. ധാരാളം മനസ്സിലാക്കേണ്ട, ജനങ്ങളിൽ പല ആളുകളും അജ്ഞരായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി നടത്തുമ്പോഴേ മക്കൾ സൽബുദ്ധരാവുകയുള്ളൂ, മക്കൾ നേർവഴിയുടെ തീരത്തേക്ക് കടന്നു വരികയുള്ളൂ, വാപ്പ പറഞ്ഞാൽ അനുസരിക്കുകയുള്ളൂ, ഉമ്മ വിളിച്ചാൽ ഓടി വരികയുള്ളൂ, മക്കൾ കള്ളുകുടിക്കാതിരിക്കുകയുള്ളൂ, വ്യഭിചരിക്കാതിരിക്കുകയുള്ളൂ, അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. അതിനൊക്കെയുള്ള ചുവടുവെപ്പ് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നടത്തൽ അനിവാര്യമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരാംശം. അങ്ങനെ 7-ന്റെ അന്ന്
നാട്ടുകാരെല്ലാവരെയും ഖുറൈശി പ്രമുഖരെല്ലാവരെയും വിളിച്ചിട്ട് അവർക്കൊരു വലീമ നടത്തി, സൽക്കാരം നടത്തി. ആര്? വല്യുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ്. ആ സൽക്കാരത്തിൽ എല്ലാ ഖുറൈശി പ്രമുഖരും ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ ചോദിച്ചു, മാ സമ്മയിത ബനക്, നിന്റെ മകന് എന്താണ് പേര് വെച്ചത്? വാപ്പയില്ലാത്തതാകുന്ന മുത്തുനബിക്ക് പിതാവായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അത്രേ, സമ്മൈതുഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് പേര് വെച്ചത് മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പേരിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അദ്ദേഹം വെളിപ്പെടുത്തി. കാരണം അവർ ചോദിച്ചു അത്രേ, ഖാലൂ റഗബത അൻ അസ്മാഇ ആബായിക്, പൂർവസൂരികളിൽ നിന്ന്, പൂർവപിതാക്കന്മാരിൽ നിന്ന് വിഭിന്നമായിട്ടൊരു പേര് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണ് അങ്ങനെ പേര് സ്വീകരിക്കാനുള്ള കാരണം? فقال أردت أن يحمده من على الغبراء, പാരിലും വാരിലുമുള്ളതാകുന്ന സർവ്വവിധ ജനങ്ങളും ഇദ്ദേഹത്തെ പ്രശംസിക്കണമെന്നുള്ള അടങ്ങാത്ത അഭിലാഷമാണ് എനിക്കങ്ങനെ പേര് വെക്കാനുള്ള ദിവ്യബോധനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാനങ്ങനെ പേര് വെക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്. അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഗബറാ, ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും പാരിലുള്ളവരും വാനത്തിലുള്ളവരും എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗദ്യത്തിലായിരുന്നാലും പദ്യത്തിലായിരുന്നാലും പരിപൂർണമായി പുകഴ്ത്തുന്നതിനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നു ഞാൻ. അതുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് വെച്ചത് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അത്രേ. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി صلى عليه الله ما أشرقت شمس الضحى في ذلك السعدي. ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ആ പരിശുദ്ധ പ്രവാചകരെ പുകഴ്ത്താ തുടങ്ങിയില്ലേ? എക്കാലഘട്ടവും പരിശുദ്ധ പ്രവാചകന്റെ നാമങ്ങൾ ലോകമെമ്പാടും തന്നെ നിലനിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ പേരിനോട് മുത്തുനബിയുടെ നാമത്തെയും ചേർത്തി പറഞ്ഞില്ലയോ? വലമ്മൽ ഇലാഹു ഇസ്മൻ നബി ഇലസ്മിഹി ഇദാ ഖാല അൽ മുഅദ്ദീനു അശ്ഹദു. ബാങ്കിൻ്റെതാകുന്ന അഞ്ചാമത്തെ കലിമത്തിൽ മുഅദ്ദിൻ പറയുന്നില്ലേ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഒന്നാമത്തെ വചനം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, രണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മൂന്നാമത്തെ വചനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഞ്ചാമത്തെ വചനം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തുള്ളതാകുന്ന എല്ലാ പള്ളിമിനാരങ്ങളിലൂടെയും കേൾക്കുന്നതാകുന്ന ശ്രവണസുന്ദരമാകുന്ന ബാങ്കുലിക്ക് ഇത്രമേൽ കർണാനന്തരമാകാനുള്ള കാര്യമെന്താണ്? അള്ളാഹുവിൻ്റെതാകുന്ന ജലാലിയത്താകുന്ന ഇസ്മിനോടൊപ്പം ചേർത്ത് വെച്ച ഒരു നാമം, അത് മുഹമ്മദ് റസൂലുള്ളാഹ്. വലമ്മൽ ഇലാഹു ഇസ്മൻ നബി ഇലസ്മിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം നാമത്തോട് ചേർത്ത് വെച്ചു അത്രേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമത്തെ. എല്ലാ സ്ഥലങ്ങളിലും
ബാങ്കിൽ മാത്രമല്ല, ഇഖാമത്തിലുമുണ്ട്. ഒരു മനുഷ്യൻ വേഗം തന്നെ ചെയ്തു തീർക്കേണ്ടതാകുന്ന കടമയാണല്ലോ ഒരു വ്യക്തി മരണപ്പെട്ടാൽ മയ്യിത്ത് നിസ്കരിച്ച് വേഗം കൊണ്ടുപോയി ഖബറടക്കുക. ഏറ്റവും വേഗം നമസ്കരിക്കുന്ന നമസ്കാരവും അത് തന്നെയാണ്. കാരണം റുകൂഇല്ല, സുജൂദില്ല, മറ്റൊന്നുമില്ല, നൃത്തത്തിൽ തന്നെ വേഗം തന്നെ 4 തക്ബീർ. അവിടെയും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്തില്ലാതെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല. മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കാതെ പൂർത്തീകരണമില്ല എന്നർത്ഥം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകരെ സ്നേഹിക്കലും പ്രവാചകരുടെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്യലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മുഹമ്മദ് ഉറക്കെ പറയും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ നിന്ന് സ്വലാത്ത് വരണം. വന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനല്ല. മുഹമ്മദ് മുസ്തഫ, മൽഹറുല്ലത്തമായ നബി മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീനായ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഒരു സ്വലാത്ത് നമ്മുടെ നാവിൽ നിന്ന് വരണം. അതിങ്ങനെ നാവിലൂടെ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾ മുഅ്മിനായി പരിഗണിക്കുള്ളൂ. എങ്കിലേ നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസിയാവുള്ളൂ. അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രീതിയിലാണ് സ്വഹാബത്ത് വരവേറ്റിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ്, ആ പേരിന്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണല്ലോ. ആ നാമം ശരിക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. നല്ലതുപോലെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നല്ലതുപോലെ സ്നേഹിക്കണം. ആ പ്രവാചകരെ നല്ലതുപോലെ പുകഴ്ത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വൽ 1 മുതൽ ഇതുവരെ വീടുകളിൽ മൗലിദ് കഴിച്ച എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ട്? മുടങ്ങാതെ ഓതിവരാണെങ്കിലുള്ളൂ. ഇല്ലേ പിന്നെ ആ കൈ മക്കാമിന്റെ പരിസരത്ത് വെച്ചാ കൈ ഉയർത്തുന്നത്. പിന്നെ അള്ളാഹത്ത് പൊങ്ങത്തില്ല. അതുകൊണ്ട് കള്ളം പറയണ്ട. ഉസ്താദിന്റെ മുന്നിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ പോകുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ഇതുവരെ മുടങ്ങാതെ കഴിച്ചു? മാഷാ അല്ലാഹ്. 1-2 ഉലമാക്കൾ. വേറെ ആരാ? ഉമറാക്കൾ ആരെങ്കിലും ഉണ്ടോ? മാഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യവും തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ടാവും. പട്ടിണിയല്ലേ പ്രശ്നം? സാധേ കടലിൽ പോയിട്ട് മീൻ കിട്ടുന്നില്ല, വിഷമം പറയുന്നവരെ വീട്ടിൽ മൗലിദ് പാരായണം നടത്തി. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. മലപ്പുറം ജില്ലയിൽ താനൂര് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ നിങ്ങൾ പോയി നോക്കി അന്വേഷിച്ചാൽ അറിയാം. എല്ലാ വീടുകളിലും ചെറിയ കുടിലുകൾ വരെ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ മാസങ്ങളിൽ എല്ലാ വീടുകളിലും മൗലിദ് പാരായണം നിർബന്ധമാണ്. കാരണം കടപ്പുറ ഏരിയ, പഴയ കാലഘട്ടത്തിൽ വലിയൊരു മഹാനുഭാവൻ അവിടെ വന്നുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവരോട് നിർദ്ദേശിച്ചതാണ്, നിങ്ങൾ ഈ മൗലിദ് സ്ഥാപിക്കണം. റബീഉൽ ആഖിർ മാസത്തിൽ
മലപ്പുറം ജില്ല എന്നല്ല, കോഴിക്കോട് ജില്ലയിലും പരിസരത്തുള്ളതാകുന്ന ജില്ലകളിൽ നിന്ന് വരെ മുഅല്ലിമീങ്ങളും ഉസ്താദുമാരടക്കം ബസ്സിൽ വന്നിറങ്ങി ആ നാട്ടിൽ ചെന്നുകൊണ്ട് മൗലിദ് പാരായണം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിലുള്ളതാകുന്ന ആളുകൾ ഉസ്താദുമാർ വരെ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവും. വീടുകളിൽ പോയി മൗലിദ് പാരായണം നടത്തും. അതേ സമയത്ത് വീടുകളിൽ മൗലിദ് ചെല്ലുന്ന അതേ സമയത്ത് തന്നെ പള്ളിയിലും നല്ല വിശാലമായ മൗലിദിന്റെ സദസ്സ്. ഇശാ നമസ്കരിച്ച് എല്ലാവരും വീടുകളിൽ ചെല്ലുകയാണ്. അസറാവുമ്പോഴേ വരുന്നതാകുന്ന ഉസ്താദുമാരെ മുത്തഅല്ലിമീങ്ങളെ നേരത്തെ തന്നെ ഓരോ വീട്ടുകാർ ബുക്ക് ചെയ്ത് വെക്കും. നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് വെക്കും. വീട് കൊണ്ടുപോയി കാണിച്ച് ചായയൊക്കെ കൊടുത്ത് പരിചയപ്പെടുത്തി വിടുകയാണ്. അപ്പോൾ ഇവർ നേരെ പള്ളിയിൽ പോയി മഗ്രിബും ഇശാവും ഒക്കെ ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ആ വീട്ടുകാരുമായിട്ട് നേരെ വീട്ടിലോട്ട് വരും. വീട്ടിൽ വന്നാൽ എല്ലാ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചേർന്നു, പുരുഷന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന്, സ്ത്രീകളപ്പുറത്ത് തന്നെ മറയ്ക്കപ്പുറത്തിരുന്നിട്ട് എല്ലാവരും കൂടി മൗലിദ് പാരായണം, മങ്കൂസ് മൗലിദ് പരിപൂർണമായി ഓതി തീർക്കാൻ. വളരെ സന്തോഷകരമായ ഒരു സദസ്സ്. അങ്ങനെ ഓതി തീർത്ത് ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മുത്തഅല്ലിമിന്റെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രാർത്ഥന, അശറഖ ബൈത്ത് ചൊല്ലും. എല്ലാ കാര്യങ്ങളും ആ താനൂരിന്റെ പരിസരങ്ങളിലുള്ളതാകുന്ന മഹല്ലത്തുകളിലെ ഇമാമിങ്ങളുടെ നേതൃത്വമായിരിക്കും. പള്ളിയിലുമുണ്ട് മൗലിദ്. അപ്പോൾ പള്ളിയിലെ ഇമാമ് വിളിച്ചു പറയും, ഇനി മങ്കൂസ് മൗലിദ് തുടങ്ങിക്കോ, സലാം ബൈത്ത് തുടങ്ങിക്കോ, അശറഖ ബൈത്ത് തുടങ്ങിക്കോ എന്നിങ്ങനെ കറക്റ്റ് വിളിച്ചു പറയും. പള്ളിയിൽ ഓതുന്നുണ്ട്. അങ്ങനെ അശറഖ ബൈത്തും ചെല്ലാൻ. അപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിന്റെ സന്ദർഭം വിവരിക്കുമ്പോൾ അങ്ങനെ എഴുന്നേൽക്കാമെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകയാക്കിയതാണ്. അപ്പം അങ്ങനെ അവർ നൃത്തം എല്ലാവരും നിന്ന് വളരെ സന്തോഷത്തിൽ ആ മൗലിദ് പാരായണം നടത്തി ദുആ ചെയ്തു പോയി. അതുകൊണ്ട് ഇന്നും അവിടെ സന്തോഷവും റാഹത്തുമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്കുള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിൽ ഒഴിയാൻ പാടില്ലാത്ത ഒന്നാണ് മൗലിദ് പാരായണം. എന്താണ് മൗലിദ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ളതാകുന്ന അവിടുത്തെ പ്രസവ കാര്യങ്ങൾ, അവിടുത്തേതാകുന്ന പ്രസവത്തോട് ബന്ധിച്ചുള്ളതാകുന്ന സമയവും സന്ദർഭത്തിലും നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് മൗലിദ്. പ്രവാചകന്റേതാകുന്ന ആ ജന്മത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതാകുന്ന സംഭവ കാര്യങ്ങൾ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അറബിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, മലയാളത്തിലുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുബ്ഹാന മൗലിദ് എന്ന വളരെ വലിയ മൗലിദിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതാണ് മങ്കൂസ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്നറിയപ്പെടുന്ന നമ്മുടെ കൈവശമുള്ളതാകുന്ന ഈ മൗലിദ്. അതാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ഓതാറുള്ളത്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം 5-ാം നൂറ്റാണ്ടുകാരനാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് ബിൻ അഹ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അതേ പേര് തന്നെ. ബഹുമാനപ്പെട്ടവര് അദ്ദേഹം രചിച്ചതാകുന്ന സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന റസൂലുള്ളാഹിയെ കുറിച്ച് രേഖപ്പെടുത്തിയതാകുന്ന മൗലിദിന്റെ ഷോർട്ടാക്കി രൂപപ്പെടുത്തി പൊന്നാനി ദേശക്കാരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അന്നുണ്ടായതാകുന്ന ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വസൂരി അടക്കമുള്ള ബലാഹുകളും ഇല്ലാതാകാൻ വേണ്ടി നാട്ടുകാർ വന്നുകൊണ്ട് ഒരു ദുആഇന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ എഴുതി കൊടുത്തുകൊണ്ട് ഇത് ഓതണേ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതാണ് മങ്കൂസ് മൗലിദ്. അപ്പോൾ വിപത്തുകൾ ഉണ്ടാകുമ്പോൾ, നമുക്കൊന്നും വിപത്ത് നീങ്ങിയിട്ടില്ല ഇതുവരെ. കൊറോണയുടെ വ്യാപനം ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും പല ആളുകളും കൊറോണയിൽ തന്നെയാണ്, അസുഖവ്യാപിതരും എല്ലാവരും അതിൽ തന്നെ പെട്ട് നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഇത് പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടണമെങ്കിൽ നിത്യമായി പാരായണം ചെയ്യണം. അതിന് പാരായണം ചെയ്യപ്പെടുന്നതാകുന്ന അറിവുള്ള ഒരു വ്യക്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. ഒരു വ്യക്തിയെങ്കിലും ആലിം കോഴ്സിന് പറഞ്ഞു വിടണം. മുത്തഅല്ലിമാക്കാൻ വേണ്ടി വീട്ടിലുള്ളതാകുന്ന ഒരു മകനെയെങ്കിലും നമ്മൾ നിയ്യത്ത് വെക്കണം. 5 മക്കളുണ്ട്, അതിൽ ഒരു മകനെയെങ്കിലും അവൻ ആലിമാകണം. കാരണം അവനിലൂടെ ഭീമാവുമായി അറിയപ്പെടണം, അവരുടെ മക്കളെ അറിയപ്പെടണം, അവരുടേതാകുന്ന ആത്മീയ ചൈതന്യം ഈ നാട്ടിൽ നിലനിൽക്കണം. ഒരു മകൻ ഒരു കുടുംബത്തിൽ ആലിമായിട്ടുണ്ടായാൽ ബാക്കിയുള്ളതാകുന്ന 5 മക്കളെയും തർബിയത്ത് കൊണ്ടുപോകാൻ അവന് ഉറപ്പാണ്. കാരണം അവനോട് ചോദിക്കും മറ്റുള്ള ജ്യേഷ്ഠ അനുജന്മാർ, എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്?
റബിയുൽ അവൽ വരുമ്പോ, ഉമ്മയുടെ മരിപ്പ് വരുമ്പോ, വാപ്പയുടേതാകുന്ന വിയോഗം വരുമ്പോ, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടത്, ഏത് രീതിയാണ് അവലംബിക്കേണ്ടത്? വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുമ്പോ ആലിമീങ്ങളോട് ചോദിക്കും, മറ്റാരോട് ചോദിക്കേണ്ട. വീട്ടിൽ തന്നെ ഒരു ആലിമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആദ്യമായിട്ട് ഒരു സംവേദനമുണ്ടാകും, എങ്ങനെയാണ് നമുക്ക് തർത്തീബ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മക്കളുണ്ടെങ്കിൽ അതിലൊരു കുട്ടിയെങ്കിലും ആലിമാക്കാൻ നമ്മൾ നിയ്യത്ത് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും. അപ്പോൾ മറ്റുള്ള മക്കൾ കള്ളു കുടിക്കുന്നതിൽ നിന്ന് ഒഴിവാകും, വ്യഭിചാരശാലകൾ തേടിപ്പോകുന്നതിൽ നിന്ന് ഒഴിവാകും. കാരണം ഇവന്റെ ഒരു നോട്ടം എപ്പോഴും ആ വീട്ടിലുള്ള മറ്റുള്ള സഹോദരങ്ങളിലേക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൻ ജ്യേഷ്ഠനോട് പറയും, അത് പാടില്ല, നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നാശമുണ്ടാകും. അനുജനെ ഉപദേശിക്കാൻ അവൻ തയ്യാറാകും. കഞ്ചാവിനടിമപ്പെട്ടതാകുന്ന മനുഷ്യൻ, ഡ്രഗ്സിനടിമപ്പെട്ടതാകുന്ന കുട്ടി, അവനെ ഉപദേശിക്കാൻ ഈ സഹോദരന് യാതൊരുവിധ മടിയുമുണ്ടാവില്ല. കാരണം അവൻ ദീൻ നല്ലതുപോലെ പഠിച്ചവനാണ്. അവൻ പറയുമ്പോൾ പള്ളിയിലെ ഉസ്താദ് പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആകും. മറ്റേത് ഉസ്താദ് പറയുമ്പോൾ ഉസ്താദിനെ നമുക്ക് അടുത്ത കമ്മിറ്റി വരുമ്പോൾ പിരിച്ചുവിടാം എന്നുള്ള നിയ്യത്ത് വരും. അങ്ങനെയാ ചിന്ത വരിക. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ന ആള് കമ്മിറ്റിയിലുണ്ട്, നമുക്ക് മൂപ്പരോട് പ്രസ് ചെയ്തിട്ട് ഉസ്താദിനെ വിടാം. അങ്ങനെയാകാൻ പാടില്ല. വീട്ടിൽ തന്നെ ഒരു ആലിമ് വരട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ വരണം. അങ്ങനെ ഒരു പശ്ചാത്തലം നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റം ആ കുടുംബങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മുടെ മക്കൾ തീരെ പഠിക്കാൻ കൊള്ളാത്തവരാകുമ്പോൾ, 10ാം ക്ലാസ്സിൽ തീരെ മാർക്കില്ലാതെ തോറ്റുപോയൊരവസ്ഥയിൽ വരുമ്പോൾ പതുക്കെ നേർച്ചയാക്കാൻ അവനെ ഓതാൻ കൊണ്ട് വിട്ടേക്കാം. അങ്ങനെ ആകാൻ പാടില്ല. ഇല്ലെങ്കിൽ തീരെ മാർക്ക് കുറഞ്ഞു, അപ്പൊ എന്നാ പിന്നെ ഇവനെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടേക്കാം, ഇനി ഇവനെ ഒന്നിനും കൊള്ളൂല. അങ്ങനെ വിടാൻ പാടില്ല. നല്ല ബുദ്ധിയുള്ളതാകുന്ന കുട്ടികളെ, സ്കൂളിൽ നല്ലതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തന്നെ വേണം തിരഞ്ഞെടുത്ത് വിടാൻ. കാരണം ഈ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി നല്ല നല്ല ഉലമാ ഈ ലോകത്തുണ്ടാവണം. നല്ല ബുദ്ധികൂർമ്മതയുള്ള, വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്ന, അത് സമൂഹത്തിൽ വ്യക്തമായി പരിവർത്തനം സൃഷ്ടിക്കുന്ന വിധത്തിൽ വാളുകൾ പറയുന്ന, സമൂഹത്തെ ഉത്ബുദ്ധതയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന, സമൂഹത്തെ നിതാന്ത ജാഗ്രതയോടുകൂടി അവരെ ആത്മീയമാകുന്ന തർബീയത്തിൽ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാകുന്ന നല്ല ആത്മീയ പരിവേഷം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ സജ്ജരാകണം. അതിനെന്ത് വേണം? കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് നല്ല പേരിട്ട് കൊടുക്കണം. അതൊരു വിഷയമാണ്. അതാണ് വിഷയം. മുഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരു ഹദീസ് പറയാം, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട് എങ്കിൽ അവരൊന്ന് കൈ ഉയർത്തിക്ക്. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഉണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. അള്ളാഹു സാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ റുസിഖ ലഹു സലാസതും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്ത് വിവരം? മുഹമ്മദ് എന്ന പേരിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ പേരിന്റെ വർണ്ണവലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല. من رزق له 3 من الولد فلم يسم واحد منهم محمدا فهو من الجاهلين. ഹബീബായ നബി തങ്ങളുടെ വചനമാണ്. പഠിച്ചു വെക്കണേ. ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. 3 മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിത്യമായും നിങ്ങളുടെ ബാധ്യതയാ. അതിലൊരു മകന് നിങ്ങൾ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണേ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അതൊരു വലിയ മഹത്താണ്. എന്താ മഹത്വം? ഒരു മഹത്വം പറഞ്ഞുതരാം, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലുൽ ഫഖറു ഫീ ബൈതിൻ വഫീഹി ഇസ്മീ. എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ, അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന 23,000-ഓളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതാകുന്ന ഒരു കുട്ടിയുണ്ടായിരിക്കെ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ? ഉണ്ടോ? മുഹമ്മദ് എന്ന പേര് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ നാമമാണ്, ഇതെന്റെ ഹബീബിന്റെ നാമമാണ്, ഇതെന്റെ പ്രവാചകന്റെ നാമമാണ്. ആ ഒരൊറ്റ ഇഷ്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമാ. ആകാശ ലോകത്തേക്ക് റജബ് 27-ാം രാവിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണ് മാ റഅയ്തു ഫിസ് സമാ, മാ റഅയ്തു ഫിസ് സമാ ഇല്ലാ വജദ്തു ഫീഹാ ഇസ്മീ. ആകാശ സീമകളിൽ മുഴുവനും 7 ആകാശങ്ങൾ നിറയെ എന്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ, ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ വീണ്ടും ചെല്ലുകയാണ് അല്ലാഹുവിന്റെ അർശിലേക്ക് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ അർശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിൽ മേല് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ്. അർശിൽ ഒരു പച്ചവാളിന്മേല് അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സഹബ റഅയ്തു ബിഐനയ്യ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. എവിടെ എവിടെ എവിടെ? അർശിൽ. മാഷാ അല്ലാഹ്. മനസ്സിലാക്കണം, ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, നല്ലതുപോലെ തിരിച്ചറിയണം. ഈ പേരുള്ളവരുണ്ടോ? അബൂബക്കർ, ഉമർ ഉണ്ടോ? കൈയുയർത്തിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഉള്ളവരൊക്കെ ഇപ്പൊ കബറിലെ അവസ്ഥ വിളിച്ചോണ്ട് വരും. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, ഇന്നതൊന്നും ഇടില്ല. ഇന്നിപ്പോ ഇതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരും. എടാ നീ വല്ല കഞ്ചാവിന്റെ അടിമയാണ്, നീ അവിടെ കേസില്ല എവിടെ കേസിൽ ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് ഹൈവാന് വേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് അങ്ങനെ പേടിയാണ്. എമിഗ്രേഷൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ച് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിർത്തിക്കളയും. നമുക്ക് അതൊക്കെയാണ് പേടി. പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പോഴല്ലേ ആ പേരിൻ്റെതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക.
നല്ലതുപോലെ തിരിച്ചറിയണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലീ വതബറുകൻ ബിഇസ്മി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. അബൂ മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദാ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ തബറുകം ബിസ്മി വഹുബ്ബൻ ലീ, എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബ്ബത്തും വെച്ചുകൊണ്ടാണ് അവൻ ആ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന, അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. വാപ്പാക്ക് സ്വർഗത്തിൽ പോണോ? ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ? ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ? മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ. അതാണ് കാര്യം. സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്ന്, അപ്പൊ ആ കൂട്ടലുണ്ടാവും. മുഹമ്മദ് എന്ന പേര് മാത്രം, അതാണ് ഇപ്പൊ ഇവിടെ ചർച്ച. വേറെ പേരൊന്നും ഇടാൻ പാടില്ലേ എന്ന്, അതിനൊന്നും വിഷയമൊന്നുമില്ല. നല്ല പേരിടുക, മറ്റു പേരൊന്നും വേണ്ടെന്നല്ല. പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയുണ്ട്, അത് മനസ്സിലാക്കണം. ആ നാമം മാത്രം ഇട്ടാൽ അതിന് വലിയ മഹത്വം. മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളവരുണ്ടോ മജ്‌ലിസിൽ? ഉണ്ടോ? ഉണ്ട്, മാഷാ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ? 2 3 കഴിഞ്ഞ്. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ 4 ഉണ്ടാ. ഇനിയുണ്ട്, ഉണ്ടാവും. പക്ഷെ കൈ ഉയർത്താൻ പേടിച്ചിട്ടാണ്. നിങ്ങളുടെ ഇത് പൈസ ചോദിക്കുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല. പേര് വെച്ചിട്ട് കഞ്ചാവാ അതുകൊണ്ട് കാര്യമില്ല. ഹലാസ് അല്ലെ പിടിച്ചൊറ്റ ഏറിടും. അങ്ങനെ ആകാൻ പാടില്ല. പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം. പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ്. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഹദീസല്ലേ, വെറുതെ പറയല്ല. കേട്ടോ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സമ്മൈതും മുഹമ്മദാ ഫലാ തദ്രിബൂ, മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവനെ നിങ്ങൾ അടിക്കരുതേ, അടിക്കരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? നബിയുടെ പേരാണവൻ, അതുകൊണ്ട് ആ ബഹുമാനം. അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ? മര്യാദകേട് കാണിച്ചാൽ അടിക്കാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. കുട്ടി അദബ് കേട് കാണിച്ചു, മര്യാദകേടാണ്. വാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല. കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു. അപ്പോൾ അവൻ തലേ കയറാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ അടിക്കാം, മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം. അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട്, എപ്പോഴും കാണുമ്പോൾ ഇങ്ങോട്ട് വന്നേരാ എന്നിട്ട് തലക്കൊരു ഒറ്റ അടി കൊടുക്കുക, അപ്പയ്ക്ക് വേണ്ട. അങ്ങനെ ആകാൻ പാടില്ല. കാണുമ്പോൾ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയുക, എപ്പോഴും തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുക, കാണുമ്പോഴൊക്കെ ഒരു രസം. മോനല്ലേ, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഇതാകാൻ പാടില്ല. കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല. മുഹമ്മദ് എന്ന ഒരു കുട്ടി വന്നാൽ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജ്ലിസിലേക്ക് കടന്നു വന്നാൽ ഔസിഉ ഫിൽ മജ്ലിസ്